കാർഷിക ക്ഷീരമേഖലകൾക്കും ശുചിത്വത്തിനും മുൻതൂക്കം നൽകി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 35 കോടിയിലധികം രൂപ വരവ് പ്രതീക്ഷിക്കുന്ന വികസനോന്മുഖ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസൺ അവതരിപ്പിച്ചത്. സമീപ ദിവസങ്ങളിൽ പഞ്ചായത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടിയത് വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് കാവലിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. വികസന കുതിപ്പിന് കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളുമായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാന പഞ്ചായത്തായ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് സേവന പശ്ചാത്തല മേഖലകളിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾക്കായി തുക വകയിരുത്തിക്കൊണ്ടും ഉള്ള ബഡ്ജറ്റാണ് 2026-27 വർഷത്തിലേക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ സാമ്പത്തിക ഘടനയെ താങ്ങി നിർത്തുന്ന കാർഷിക മേഖലയ്ക്കായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആകെ 35,54,399 രൂപ വരവും 21,98,48,45,540 രൂപ ചെലവും 13,79,37,311 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക ക്ഷീരമേഖലകളുടെ പുരോഗതിക്കും മാലിന്യമുക്തമായ പരിസരം ഉറപ്പാക്കുന്ന ശുചിത്വ പദ്ധതികൾക്കും ബജറ്റിൽ മുന്തിയ പരിഗണന നൽകി. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം, പുതിയ തൊഴിൽ സംരംഭങ്ങൾ എന്നിവയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം ആരോഗ്യ മേഖലയ്ക്കും അർഹമായ പരിഗണനയുമുണ്ട്. പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളായ റിൻസി സിബി, പ്രഭാ തങ്കച്ചൻ, സിബി തകരപ്പള്ളി, ടിൻഡു സുഭാഷ് എന്നിവരും മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥരും സംസാരിച്ചു. സമീപകാലത്ത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടിയ സാഹചര്യത്തിൽ വൻ പോലീസ് കാവലിലാണ് ബജറ്റ് അവതരണം നടന്നത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.